ആഹ് ഇപ്പം നമ്മളൊരു ഫാമിലി കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിപ്പം ഈ ഒരു കോൾ ആയതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അതൊരു ട്രയൽ വേഷൻ എന്നുള്ള പോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈം ഒരു സ്ഥലത്ത് നിൽക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ടില്ല. നമ്മളിപ്പോ അവർ വിളിക്കുന്നത് ഇപ്പം സൂമിലോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങള് സെൽഫ് ഇൻട്രൊഡക്ഷൻ ജർമ്മൻ അറിയാതെ ജർമ്മൻ സംസാരിക്കും അത്യാവശ്യം നന്നായിട്ട്, കുഴപ്പമില്ല. ഇത് കുട്ടികളെ നോക്കാനായിട്ട് പോകുന്നതാണ് ഒപ്പയർ എന്നുള്ളത്. ഓൾറെഡി ഒപ്പയർ അറിയാലോ. ഉം ഉം. കുട്ടികളെ നോക്കി അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഫാമിലിക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. അപ്പം ഇന്റർവ്യൂല് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി വീഡിയോ കോൾ ആയിരിക്കും വിളിക്കുന്നത്. ഓൾമോസ്റ്റ് ഫാമിലി വീഡിയോ കോൾ ആണ് വിളിക്കുന്നത്. ഉം. അപ്പൊ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവരോട് ഫസ്റ്റ് ഗുട്ടൻ മോർണിംഗ് നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു നമ്മള് ഗുഡ് മോർണിംഗോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു താങ്ക്സ് പറയുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ഒരു താങ്ക്സ് പറയുക. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അവർ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ വേണം. അവർക്ക് ഫീൽ ചെയ്യണം. അവർ കുട്ടീനെ നോക്കാനായിട്ട് നമ്മളെ എടുക്കാനായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. നമ്മളെ എടുത്തില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു നഷ്ടം വരും എന്നുള്ളൊരു ഫീൽ ചെയ്താലാണ് അവർ നമ്മളെ എടുക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പം നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. കുട്ടികളെ ഇഷ്ടമാണോ? ഇവിടെ അടുത്ത് വീട്ടിൽ ആരെങ്കിലും കുട്ടികളുള്ളവരുണ്ടോ? ചേട്ടനോ ചേച്ചിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ? എനിക്കോ? എനിക്ക് പപ്പയുടെ, അതായത് ബ്രദറിന്റെ രണ്ട് ആ ട്വിൻ സിസ്റ്റർ. അപ്പൊ അവര് സംസാരിക്കും പറഞ്ഞാൽ മതി ഇതുപോലെ എനിക്ക് കസിൻസ് കുട്ടികൾ ഉള്ളതാണ്, കുട്ടികളെ നോക്കുന്നതാണ് എന്നുള്ളത് അവരോട് പറയുക. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ അവർ ഇന്ററാക്ഷൻ ചെയ്യുമായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികളെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. നമ്മൾ എന്തെങ്കിലും കളികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് ഫസ്റ്റ് കുട്ടികളെ കാണുമ്പോൾ ഹൈഫൈ ഓൾറെഡി അറിയാലോ. ഹൈഫൈ കൊടുക്കുക. അതൊരു സൈക്കോളജിക്കൽ ടാക്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അവരോട് നന്നായിട്ട് സംസാരിക്കുക, ഫാമിലിയോട് നന്നായിട്ട് സംസാരിക്കുക. അപ്പൊ അവരിടയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യും, ചാറ്റ് ചെയ്യും, കോൺട്രാക്ട് തരുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ആ ഒരു സമയത്തിൽ അവര് നമ്മളെ പരീക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ചോദിക്കും. നമ്മൾ കൊള്ളാമോ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നന്നായിട്ട് ഇവരായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരുടെ ഇതൊക്കെ പേഴ്സണൽ ജർമ്മനിലായിരിക്കോ ചോദിക്കുക? ജർമ്മനിലായിരിക്കോ ചോദിക്കുക? അവർ ചിലപ്പോൾ ജർമ്മനിലായിരിക്കും ചോദിക്കുന്ന, അല്ലെങ്കിൽ നോർമലി ഇംഗ്ലീഷ് ചോദിക്കുന്നവരുണ്ട്, ജർമ്മൻ ചോദിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷ് ആയിരിക്കും ഓൾമോസ്റ്റ് ഫാമിലീസ് ചോദിക്കുന്നത്. പിന്നെ ചിലർ മാത്രമാണ് അങ്ങനെ ജർമ്മൻ കണ്ടിന്യൂസ് ചോദിക്കുള്ളൂ. ഇംഗ്ലീഷ് നോർമൽ എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് കൂടുതലും ഫാമിലീസ് ചോദിക്കുന്നത്. അപ്പം അപ്പൊ അവരോട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരോട് നിങ്ങൾ യു ഷുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണേ. നമ്മൾ പ്രത്യേകിച്ച് ഈ യൂറോപ്യൻസിനോടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് അവർക്കൊരു വിഷമം വരുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പോകരുത്. നമുക്ക് ഇപ്പൊ ഒരു ഫാമിലിയിൽ കണക്ട് ചെയ്ത് തന്നു, അപ്പൊ അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവർക്കൊരു വിഷമം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. വളരെ നോർമലി ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അവർ നമ്മളോട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമുക്കത് ഉത്തരങ്ങൾ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും, പ്രോബ്ലംസ് ഇല്ല. ബേസിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചാൽ മതി. ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുമോ ഇപ്പം? ജമല് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇത്. ആ, ജസ്റ്റ് ഗുട്ടൻ മോർഗൻ പറഞ്ഞാൽ പോരെ? ഇപ്പൊ പറയണോ? മതി. ഓക്കെ. Okay. Ich heiße Nairat Rose. Ich bin 18 Jahre alt. Ich wohne äh, ich wohne in Tricur. Ich komme aus Kerala, aus Indien. Ich spreche Englisch, Malayalam und ein bisschen Deutsch. Ich bin Studentin. Das ist alles über mich, denke ich. നമ്മള് അവരോട് സംസാരിക്കുമ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ ഇപ്പം അവരെ അടുത്ത് നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടി നമ്മളോട് അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യും. കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും ക്യാമറ നോക്കി സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് ഇപ്പൊ അങ്ങനെ കാണാണ്ട് പഠിച്ചിട്ട് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ്, പക്ഷെ നമ്മള് ബൈഹാർട്ട് ചെയ്തിട്ട് പറയില്ലേ, തത്ത പറയുന്ന പോലെ പറയാന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആക്കാണ്ട് നമ്മൾ നോർമലി സംസാരിച്ചാൽ മതി അവരോട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചാൽ മതി. ഓൾമോസ്റ്റ് അവര് കൂടുതലും ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. ജർമ്മൻ അങ്ങനെ സംസാരിക്കാനായിട്ട് കുറവാണ്. പിന്നെ അവര് നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളുണ്ട്. അറിയാമോ എന്ന് ചോദിക്കും.
അപ്പൊ അങ്ങനെ ഇതാക്കിയാൽ മതി. പിന്നെ ഇവരുടെ ഫാമിലീസിൽ ചിലപ്പോൾ സിംഗിൾ പാരന്റ് കാണും, ചിലപ്പോൾ അല്ലാത്ത പാരന്റ്സ് കാണും. അപ്പം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും നമ്മളോട്, ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, ഇത്ര കുട്ടികളുണ്ടെന്നൊക്കെ പറയും, ഇത്ര വയസ്സാണ് എന്നുള്ള രീതിയിൽ പറയും, സംസാരിക്കും. അപ്പം അവരോട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു ഫാമിലിനെ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഫാമിലി നമ്മളെ ഇഷ്ടപ്പെടണം, അതാണ് ഇതിന്റെ അകത്തുള്ള കാര്യം. ഫാമിലി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് വലിയ താമസമില്ലാതെ കോൺട്രാക്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. ഫാമിലി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഒരു പെട്ടെന്ന് കോൺടാക്ട് തരും. കോൺടാക്ട് ചെയ്തോളും, നമ്മുടെ ടീം കോൺടാക്ട് ചെയ്തോളും. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടോ, ഡൗട്ട്സ് ഉണ്ട്? നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയില്ലേ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈമിൽ ഐ ആം എ പോസിറ്റീവ് തിങ്കർ, പങ്ക്ച്വൽ ആൻഡ് എ കോൺഫിഡന്റ് പേഴ്സൺ എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കോൾ ചെയ്യുന്ന സമയം അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്, ഇന്ന ടൈമിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുക. അതുപോലെ തന്നെ മുടിയൊക്കെ ടൈ ചെയ്തിട്ടിരുന്നത് നല്ലതായിരിക്കും കേട്ടോ. റൂമൊക്കെ ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കുമെന്ന് അവർക്ക് തോന്നും. നമ്മൾ നോർമലി ഇരിക്കുന്നത് പോലെ അല്ല, അവർ ആ പറഞ്ഞ ടൈമിൽ വിളിക്കൂലേ, അപ്പൊ ഒന്ന് ഗ്രൂം ചെയ്തിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് കുറച്ചും കൂടി. ഉം. ആ, വേറെ എന്തെങ്കിലും ഓക്കെ. ഡൗട്ട്സ്, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം? ഇല്ലില്ല. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഫാമിലി നമ്മളെ ഇതിനായിട്ടുള്ളതല്ല, ഫാമിലി കോൺട്രാക്ട് കഴിഞ്ഞ് എത്ര വീക്സ് പിടിക്കും? ഫാമിലി കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി, വിസ അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഫാമിലിക്ക് ഇഷ്ടപ്പെടണം, ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടപ്പെടണം. നമ്മുടെ പ്രൊഫൈൽ ഓൾറെഡി സൈറ്റിൽ അപ്ലോഡഡ് ആണ്. അത് ഇഷ്ടപ്പെട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ഫാമിലി കണക്ട് ചെയ്യുന്നത്. അല്ല, ഫാമിലി ഇപ്പൊ കിട്ടിയോ? ആ ഫാമിലി കണക്ട് ചെയ്യും, നമ്മൾ കണക്ട് ചെയ്യും, ഡയറക്റ്റ് കണക്ട് ചെയ്യും. ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യും, നിങ്ങളെ നമ്പറിൽ കണക്ട് ചെയ്യും, ആ, അവർ കോൺടാക്ട് ചെയ്യും. അപ്പോഴാണ് അവർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാക്കാം. ഉം. വേറെ ഡൗട്ട്സ് ആ, ഒന്നും ഓക്കെ. ഇല്ലല്ലോ? വേറെ എന്തെങ്കിലും ഇല്ല, കാര്യങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഇല്ല, ഇല്ല. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓ, ഓക്കെ, താങ്ക്സ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. താങ്ക് യു.